യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രചന എന്ന് എവിടെ വച്ച് പൂർത്തീകരിച്ചു? AD 95 എഫേസോസിൽ വച്ച്. യോഹന്നാന്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം. നാലാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ? അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിന്റെ പുസ്തകം. ദൈവമയച്ച മനുഷ്യൻ ആര്? യോഹന്നാൻ. യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? സാക്ഷ്യത്തിനായി. യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാനാണ് വന്നത്? വെളിച്ചത്തിന്. സ്വജനത്തിന്റെ അടുത്തേക്ക് വന്ന ദൈവമയച്ച മനുഷ്യനോട് അവർ പ്രതികരിച്ചത് എങ്ങനെ? അവനെ സ്വീകരിച്ചില്ല. കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? കൃപയ്ക്കുമേൽ കൃപ. ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ദൈവം തന്നെയായ ഏകജാതൻ. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് അയച്ചത്? പുരോഹിതന്മാരെയും ലേവ്യരെയും. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 6. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? ഏശയ്യാ ദീർഘദർശി. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ജോർദാനിൽ. ബെഥാനിയ എവിടെയാണ്? ജോർദാന്റെ അക്കരെ. യോഹന്നാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? വന്നു കാണുക. യേശു വന്നു കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? ഏകദേശം 10-ാം മണിക്കൂർ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്. ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ശിമയോനോട്. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? അന്ത്രയോസ്. യേശു ശിമയോനെ നോക്കി പറഞ്ഞതെന്ത്? നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. പിറ്റേ ദിവസം യേശു ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? പീലിപ്പോസ്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? പീലിപ്പോസ് നഥാനയേലിനോട്. ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എന്നാണ്? 3-ാം ദിവസം. കാനായിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? അവർക്കു വീഞ്ഞില്ല. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? 6. ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? 2 or 3. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ.
അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ആര്? കലവറക്കാരൻ. കാനായിലെ അത്ഭുതത്തിന്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? അവന്റെ ശിഷ്യന്മാർ. കാനായിലെ അത്ഭുതത്തിനു ശേഷം യേശു എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നത്? കാള, ആട്, പ്രാവ്. ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? പ്രാവുകളെ വിൽക്കുന്നവരോട്. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? 3 ദിവസത്തിനകം. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? 46 സംവത്സരം. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? ശരീരമാകുന്ന ദേവാലയം. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചതാര്? ശിഷ്യന്മാർ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണമെന്ത്? അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. യേശുവിന് ആരെ പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? മനുഷ്യനെ പറ്റി. രാത്രിയിൽ യേശുവിൻ്റെ അടുത്തു വന്ന യഹൂദ പ്രമാണി ആര്? നിക്കോദേമോസ്. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? റബ്ബി, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. അടയാളങ്ങൾ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ദൈവരാജ്യം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം. ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതാര്? നിക്കോദേമോസ്. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇങ്ങനെ ചോദിച്ചത്? നിക്കോദേമോസ്. യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അറിയുന്നവയെപ്പറ്റി. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? കണ്ടവയെപ്പറ്റി. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പൂരിപ്പിക്കുക. മനുഷ്യപുത്രൻ. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? മരുഭൂമിയിൽ. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? തിന്മ പ്രവർത്തിക്കുന്നവൻ. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? സത്യം പ്രവർത്തിക്കുന്നവൻ. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. ദൈവൈക്യത്തിൽ. യേശുവും നിക്കോദേമോസും സംസാരിച്ചതിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? യൂദയാദേശത്തേക്ക്. യേശു എവിടെ വച്ചാണ് സ്നാനം നൽകിയത്? യൂദയാദേശത്ത്. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? സാലിമിനടുത്തുള്ള ഏദോനിൽ. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. സ്നേഹിതൻ. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ദൈവം അയച്ചവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. നിത്യജീവൻ. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ജീവൻ. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ഡാഷ് ഉണ്ട്.
ദൈവകോപം. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? സിക്കാർ. യേശു കിണറിന്റെ കരയിൽ ഇരുന്ന സമയം ഏകദേശം 6-ാം മണിക്കൂർ. യേശു സമരിയാക്കാരിയോട് സംസാരിച്ചത് എന്ത്? എനിക്ക് കുടിക്കാൻ തരുക. ആരു തമ്മിലാണ് സമ്പർക്കമൊന്നുമില്ലാത്തത്? യഹൂദരും സമരിയാക്കാരും. സമരിയാക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തതെങ്ങനെ? പ്രഭോ. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. ജീവജലം. സമരിയാക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? പ്രവാചകൻ. യഥാർത്ഥമായ ആരാധനാസ്ഥലം എവിടെയാണ്? ജെറുസലേമിൽ. രക്ഷ ആരിൽ നിന്നാണ്? യഹൂദരിൽ. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. യഥാർത്ഥ ആരാധകർ. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും. സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വച്ചിട്ട് എവിടേക്കാണ് പോയത്? പട്ടണത്തിലേക്ക്. യേശു സമരിയാക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? 2 ദിവസം. സമരിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഗലീലി. ആസന്ന മരണയായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞതാരാണ്? കഫർനാമിലെ ഒരു രാജസേവകൻ. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഭൃത്യന്മാർ. രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചതെപ്പോൾ? 7-ാം മണിക്കൂറിൽ. യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളം ഏത്? രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ബേത്സദാ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? ദൈവാലയത്തിൽ വെച്ച്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? മേലിൽ പാപം ചെയ്യരുത്. വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പുത്രനെ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? വരം. മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? വിധിക്കാൻ. ഡാഷിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. കല്ലറകളിൽ. സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? യോഹന്നാൻ. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആര്? യോഹന്നാൻ. ആരാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? പിതാവ് തന്നെ. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പൂരിപ്പിക്കുക. വിശുദ്ധ ലിഖിതങ്ങൾ. നിത്യജീവൻ. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ത്? വിശുദ്ധ ലിഖിതങ്ങൾ. മനുഷ്യരിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല. പൂരിപ്പിക്കുക. മഹത്വം. ഗലീലി കടലിന്റെ മറ്റൊരു പേര്? തിബേരിയാസ്. യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അനുഗമിച്ചത്? വലിയ ഒരു ജനക്കൂട്ടം. യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ അവിടെ ഏതു തിരുനാളാണ് അടുത്തിരുന്നത്? യഹൂദരുടെ പെസഹാ തിരുനാൾ. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? യേശു പീലിപ്പോസിനോട്. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ദിനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്.
200. എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? 5000-ഓളം. 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? 12. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? ജനങ്ങൾ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? കടൽക്കരയിലേക്ക്. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? കഫർനാമിലേക്ക്. 25-30 സ്താദിയോൻ എത്ര കിലോമീറ്ററാണ്? 5-6 കിലോമീറ്റർ. ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? കഫർനാം. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ വച്ചിരുന്നത് എന്ത്? അംഗീകാരമുദ്ര. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്? പൂരിപ്പിക്കുക. മോശ. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ. പൂരിപ്പിക്കുക. ജീവൻ. പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്ത് വരും. പൂരിപ്പിക്കുക. നൽകുന്നവരെല്ലാം. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ എന്താണ് ഉയർപ്പിക്കേണ്ടത്? അന്ത്യദിനത്തിൽ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പൂരിപ്പിക്കുക. നിത്യജീവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? യഹൂദർ. വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. നിത്യജീവൻ. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? യഹൂദർക്കിടയിൽ. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. ജീവൻ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വച്ചാണ് പറഞ്ഞത്? കഫർനാമിലെ സിനഗോഗിൽ. ആരാണ് ജീവൻ നൽകുന്നത്? ആത്മാവ്. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്? ഗലീലിയിൽ. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? യൂദയായിൽ. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നു പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? ഗലീലിയിൽ. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരക്കിയത്? യഹൂദർ. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? യഹൂദരെ ഭയന്ന്. ആരാണ് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നത്? സത്യവാൻ. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? ജെറുസലേം നിവാസികളിൽ ചിലർ. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. അധികാരികൾ. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടതാര്? ഫരിസേയർ. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? അയച്ചവൻ്റെ അടുത്തേക്ക്. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? ആത്മാവ്. യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? പ്രവാചകൻ. യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്?
ബേത്ലഹേമിൽ നിന്ന്. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആരാണ് ഇത് പറഞ്ഞത്? സേവകന്മാർ. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? ഫരിസേയർ. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? നിക്കോദേമോസ്. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ഒലിവ് മലയിൽ നിന്ന്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? നിയമജ്ഞരും ഫരിസേയരും. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? യോഹന്നാൻ 5:14. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഫരിസേയർ. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നിയമത്തിൽ. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല. കാരണമെന്ത്? അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. പാപത്തിൽ. ഡാഷിനെ കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. പിതാവിനെ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? അബ്രഹാം. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? പിശാച്. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നവൻ? ദൈവത്തിൽ നിന്നുള്ളവൻ. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? പിതാവ്. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? പിതാവായ അബ്രഹാം. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? ശിഷ്യന്മാരുടെ. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? ഫരിസേയരുടെ. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഫരിസേയരിൽ ചിലർ. പാപിയായ ഒരു മനുഷ്യൻ എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. അടയാളങ്ങൾ. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? യഹൂദർ. നിങ്ങളും അവന്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? അന്ധൻ. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? പാപികളുടെ. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ന്യായവിധിക്ക്. ഏതുപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ആരാണ് ആടുകളുടെ വാതിൽ? യേശു. യേശുവിൻ്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? യഹൂദരുടെ. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? പ്രതിഷ്ഠയുടെ തിരുനാൾ.
യേശു തൻ്റെ ആടുകൾക്ക് നൽകുന്നത് എന്ത്? നിത്യജീവൻ. ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. ദൈവദൂഷണം. ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു. പൂരിപ്പിക്കുക. ദൈവങ്ങൾ. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? ജോർദാന്റെ മറുകര. ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? യോഹന്നാൻ. ഈ മനുഷ്യനെപ്പറ്റി പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. പൂരിപ്പിക്കുക. യോഹന്നാൻ. ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? ബെഥാനിയ. ലാസറിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? 11. സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തതാര്? മറിയം. ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചത്? സഹോദരിമാർ. ലാസർ രോഗിയായി എന്നു കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? 2. നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? 4 ദിവസം. 15 സ്താദിയോൺ എന്നാൽ എത്ര കിലോമീറ്ററാണ്? ഏകദേശം 3 കിലോമീറ്റർ. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? അനേകം യഹൂദർ. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? മർത്ത. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? മറിയം. നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും. ആരാണ് പറഞ്ഞത്? മർത്ത. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ആരാണെന്നാണ് മർത്ത പറഞ്ഞത്? ദൈവപുത്രനായ ക്രിസ്തു. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരാണ് പറഞ്ഞത്? യഹൂദർ. കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ആരാണ് പറഞ്ഞത്? മരിച്ചയാളുടെ സഹോദരിയായ മർത്ത. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൂരിപ്പിക്കുക. ദൈവമഹത്വം. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? ലാസറെ പുറത്തു വരിക. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഫരിസേയരോട്. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആര് വന്ന് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? റോമാക്കാർ. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? കയ്യാഫാസ്. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? യഹൂദരുടെ. യേശു ബെഥാനിയായിലേക്ക് വന്നത് എന്നാണ്? പെസഹായ്ക്ക് 6 ദിവസം മുൻപ്. എന്തുകൊണ്ടാണ് ഈ തൈലം 300 ദെനാറിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ആരാണ് ചോദിച്ചത്? യൂദാസ് കറിയോത്ത. 1 ദെനാർ എത്ര? ഒരു ദിവസത്തെ കൂലി 5.7 ഗ്രാം. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? യൂദാസ് കറിയോത്ത. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്? ബെഥാനിയ. ആരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ലാസറിനെ. യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടതാര്? ഒരു വലിയ ജനക്കൂട്ടം. ലാസറിനെ ഉയർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്?
ജനക്കൂട്ടം: നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? ആരാണ് ചോദിച്ചത്? ഫരിസേയർ: പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഗലീലയിലെ ബേത്സയിദ. പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് ഈശോയെ വിവരമറിയിച്ചത്? അന്ത്രയോസും പീലിപ്പോസും കൂടി. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആര് യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? ഒരു ദൂതൻ. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? ജനക്കൂട്ടം. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവരാരും അത് ഏറ്റുപറയാതിരുന്നത്? ഫരിസേയരെ. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറഞ്ഞത്? വിധികർത്താവ്. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? യേശു പറഞ്ഞ വചനം. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? നിത്യജീവൻ.